ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ജിലേബി തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ജിലേബി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 3/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ. അതിനുശേഷം നമുക്ക് 4 ടേബിൾ സ്പൂൺ തൈര് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് റെഡ് ഫുഡ് കളർ കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊരു തിക്ക് ബാറ്ററാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജിലേബി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു ബൗളിൽ 1.5 കപ്പ് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1/2 ചെറുനാരങ്ങയുടെ നീര്, അതുപോലെ 6-7 ഏലക്ക, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇനി അധികം മധുരം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജിലേബിക്ക് വേണ്ട ബാറ്റർ നമുക്കൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കുക. പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജിലേബിക്ക് വേണ്ട ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഫ്രണ്ട് പോർഷൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ജിലേബീസ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഈ ജിലേബിയുടെ 2 വശവും നമുക്ക് എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം മാറ്റി വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.